നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് കണ്ടോ, നന്ദുവിന്റെ പേരില് അർച്ചന കഴിപ്പിച്ച പ്രസാദം ഇത്. ഭഗവാൻ ആടി എണ്ണയും ജപിച്ച ചരടും ഒക്കെ ഉണ്ട്. അവിടെ ചെന്ന് പോറ്റിയോട് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ പാദപ്രദക്ഷിണവും ചെയ്തു. അതാ വരാൻ വൈകിയത്. പിന്നെ പോലെ ഒരു ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ നന്ദിതക്ക് എന്താ മോളെ പേടിക്കാനുള്ളത്? അവളും കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നു അച്ഛമ്മക്ക് ഉറപ്പാ. നന്ദുവിന്റെ കാര്യത്തില് ചക്രപാണി ജോത്സ്യര് പറഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞോ? അയാൾ എന്താ പറഞ്ഞത്? നന്ദുവിന് കാര്യമായിട്ട് എന്തോ ദൃഷ്ടിദോഷം പറ്റിയിട്ടുണ്ടത്രേ. അതിനെന്താ ഇപ്പൊ പരിഹാരം? ഏതോ പ്രധാനപ്പെട്ട അമ്പലത്തിലേക്ക് നേർച്ചയും വഴിപാടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. സുമിയുടെ കാര്യത്തില് എന്തായാലും പറഞ്ഞത്? അത് വല്ലതും അവര് പറഞ്ഞു? ചന്ദ്രേട്ടാ, ചക്കാന്ന് പറയുമ്പോ തിരിച്ച് മാങ്ങാന്ന് പറയരുത്. ഗർഭിണിയായ ശേഷം അടിക്കടി നന്ദുനുണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണാനാ അവര് ചക്രപാണി ജോത്സ്യരെ വിളിച്ചു വരുത്തിയത്, അല്ലാതെ സുമിയുടെ കാര്യം നോക്കാനല്ല. ഓ, അല്ലെങ്കിൽ തന്നെ സുമിയുടെ കാര്യം എന്ന് നോക്കാനിരിക്കുന്നു. ഇത്രയൊക്കെ കേട്ടപ്പോ ആ ജോത്സ്യരെ ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാലോ എന്നൊരു ആലോചന. എന്തിനാ അമ്മേ വെറുതെ കാശ് കളയുന്നത്? ആ പറഞ്ഞതാണ് അതിന്റെ പോയിന്റ്. എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാ പോരെ ഈ ജോത്സ്യനൊക്കെ. എനിക്ക് അയാളെ ഇവിടെ വിളിച്ചു വരുത്തി ഇവരുടെ കാര്യത്തിലൂടെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കണം ചന്ദ്രേട്ടാ. അമ്മേ 2-3 മാസത്തിനുള്ളില് എനിക്കൊരു പ്രൊമോഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം കുറച്ചുകൂടെ സെക്യൂർ ആവും. അന്നേരം ഒരു കുഞ്ഞിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, അല്ലേ സനു? ഇങ്ങനെ പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് നടന്നാലേ ഒന്നും നടക്കില്ല. ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നതേ ഈശ്വരൻ നമുക്ക് തരുന്ന ഭിക്ഷയാ. അത് തരുമ്പോ 2 കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാ വേണ്ടത്. ഇവർക്ക് ഇവരുടേതായ ചില പ്ലാനുകളൊക്കെ കാണില്ലേ ഇന്നരെ? അതുപോലെ നടക്കട്ടെ കാര്യങ്ങള്. നമ്മളായിട്ട് തല്ലി പഴിപ്പിക്കാൻ പോകണ്ട. നന്ദു, ഈശ്വര അനുഗ്രഹം കൊണ്ട് നിനക്കൊരു കുഞ്ഞിനെ കിട്ടി. അതുപോലെ കിട്ടാത്തതിന്റെ അസൂയയും കുശുമ്പും സുമിതയുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. നീ വന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി സന്താന ഗോപാല ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു. മോക്കും കുഞ്ഞിനും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്ദു, നന്ദു, കുളിച്ചില്ലെങ്കിൽ സാരമില്ല, ഇതിങ്ങനെ തൂത്തുകളയല്ലേ. ആ കൈ ഇങ്ങനെ കാണിച്ചേ. കൈ ഇങ്ങനെ തന്നെ അടങ്ങിയിരിക്കും. നന്ദു, അടങ്ങിയിരിക്കെ. പാദപ്രദക്ഷിണമാണ് അവിടുത്തെ വിശേഷപ്പെട്ട വഴിപാട്. സത്യത്തിൽ ഗർഭിണികൾ അത് ചെയ്യേണ്ടത്. അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്താൽ മതിയൊന്ന് ചോദിച്ചപ്പോ പോറ്റി എന്താ പറഞ്ഞെന്നറിയോ? ആവാം, അനിയത്തിക്ക് വേണ്ടിയുള്ള വഴിപാടല്ലേ, നിങ്ങൾക്ക് നടത്താം. അതിലൊരു തെറ്റുമില്ല. സ്നേഹത്തോടെയുള്ള അർപ്പണം ഭഗവാൻ സ്വീകരിക്കും. പിന്നെ പൂജിച്ച എണ്ണയും തന്നു വിട്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കുമ്പോ ദേഹത്തും ആ വയറ്റിലും ഒക്കെ നന്നായിട്ട് തേക്കണം കേട്ടോ. ഒരല്പം വീതം സേവിക്കാനും പറഞ്ഞിട്ടുണ്ട്. നന്ദു, എന്തീ കാണിക്കുന്നേ? ഇത് കഴിക്ക്. എനിക്ക് വേണ്ട. അങ്ങനെ പറയില്ലേ നന്ദു, പൂജിച്ച എണ്ണയല്ലേ. ഒരുപാടൊന്നും ഇല്ലല്ലോ മോളെ, ഒരിത്തിരി നാവില് പെരട്ടിയാ മതി. കഴിക്കേ, കഴിക്ക് നന്ദു, വരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ, കൊണ്ടുപോ അങ്ങോട്ട്. നന്ദു, മോളെ നന്ദു നിക്ക്, അങ്ങനെ പറയല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഇത്തിരി കഴിക്കും മോളെ. പിന്നെ വേണ്ടെങ്കി വേണ്ട, കുളിക്കുമ്പോ ദേഹത്ത് തേച്ച് കുളിച്ചാ മതി. മരുന്ന് പോലെ കരുതിയാ മതി നന്ദു, പ്ലീസ്. എനിക്ക് വേണ്ട, കൊണ്ടുപോവാൻ. നന്ദു, അവള് പറഞ്ഞത് കേട്ടില്ലേ? വേണ്ടെങ്കി വേണ്ട, എന്തിനാ നിർബന്ധിക്കുന്നേ?
ഇതൊക്കെ ഈ നിമിഷം ഇവിടുന്ന് എടുത്തോണ്ട് പൊയ്ക്കോണം. എന്തിനാ ഈ ചരട് കിട്ടിയത്? അത് അഴിക്കരുത്. എന്താ നീ ചെയ്യുന്നത്? അയ്യോ, അഴിക്കില്ലേ? എടുത്തോണ്ട് പോകാനല്ലേ പറഞ്ഞത്? അഹങ്കാരം കാണിക്കുന്നൊരു പരിധിയുണ്ട്. എന്റെ അനിയത്തിന്റെ കാര്യങ്ങളെ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. തൽക്കാലം എന്റെ കാര്യങ്ങൾ അനുരാധമ്മ തീരുമാനിച്ചാ മതി. നിങ്ങളെ പോലുള്ളൊരു കൂടോത്രക്കാരിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ദൈവത്തോർത്ത് എന്റെ കുഞ്ഞിനെ വെറുതെ വിടണം. എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇതിൽ കൂടുതൽ ഇനി എന്ത് കേൾക്കാനാ ഇവിടെ നിൽക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.